ഇന്ന് നമുക്ക് ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ടൊമാറ്റോ റൈസ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായ ഉടനെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 5-10 സെക്കൻഡ് നമുക്ക് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നീളത്തിൽ കീറി വെച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സവോള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും മതി. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാതിന് ശേഷം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബിരിയാണിയുടെ ഒരു ഫ്ലേവറൊക്കെ വരും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസിന് നല്ലൊരു റെഡ് കളറൊക്കെ വരും. അതുപോലെ തന്നെ ഒരുപാട് എരിവ് ഉണ്ടാകില്ല. നമ്മൾ ഓൾറെഡി 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത്രയും ചേർക്കണ്ട കേട്ടോ. അത്രയും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി തന്നെ ഉണ്ടെങ്കിൽ അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പം നോക്കിക്കേ, നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഒരു ചട്ടുകോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നല്ലൊരു മിക്സായിട്ട് വരുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഒന്നുകൂടെ മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഇപ്പം നോക്കി, നന്നായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. സൈഡിൽ കൂടെ നമ്മൾ എണ്ണയൊക്കെ കാണുന്നില്ലേ? ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടി അത് മൂടി വെച്ചത്. ഇനി നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ചോറ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോണ റൈസാണ്. സോണ റൈസിന് പകരം വേണമെങ്കിൽ ബസ്മതി റൈസും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ 1 വിസിലിന് വേവിച്ചതാണ് ഈ ചോറ്. അപ്പം ഞാൻ ചോറ് മുഴുവനായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ ചോറ് എടുത്തിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചോറ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എത്ര എരിവ്, എത്ര ആ ഒരു തക്കാളിയുടെ ടേസ്റ്റൊക്കെ നിൽക്കണോ അതിനനുസരിച്ചുള്ള ചോറ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൃത്യമായിട്ട് അളവ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ചോറ് വെച്ച് ഇത്രയും ടൊമാറ്റോയുടെ ആ ഒരു പേസ്റ്റ് തയ്യാറാക്കി ഒരുമിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേശ്ശെ ചോറായിട്ട് ഇട്ട് കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കാറുള്ളത്.
ഇപ്പം ഞാൻ കുറച്ചും കൂടെ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മസാലയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തൈര് സാലഡും അതുപോലെ തന്നെ പപ്പടം അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള സൈഡ് ഡിഷ് വെച്ചിട്ട് തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തീരുകയും ചെയ്യും പണി. അപ്പം നമുക്ക് ടൊമാറ്റോ റൈസ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് കാണാൻ തന്നെ എന്ത് രസമല്ലേ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. തക്കാളി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ടൊമാറ്റോ റൈസ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.